അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇനി നമുക്ക് അദദുനും എണ്ണപ്പെട്ടതും മൗദൂദിനും എണ്ണവും എണ്ണപ്പെട്ടതും ഒരുമിച്ച് വരുന്നത് നോക്കാം. ഓക്കെ, ഒരു ഭാഗത്ത് മുഅന്നസുൻ മൗദൂദിനും മറ്റേ ഭാഗത്ത് മുദക്കറുൻ മൗദൂദിനും. അപ്പോൾ ആദ്യം മുഅന്നസുൻ മൗദൂദിനും നോക്കാം. ഒരു സഹോദരി, അങ്ങനെ പറയാം, ഉഖ്തുൻ വാഹിദത്തുൻ, ഒരു സഹോദരി. രണ്ട് സഹോദരിമാർ, അങ്ങനെ പറയാം, ഉഖ്താനി ഇസ്നതാനി, ഉഖ്താനി ഇസ്നതാനി. ഇനി ഒരു സഹോദരൻ നോക്കാം. അഹുൻ വാഹിദുൻ, ഒരു സഹോദരൻ. രണ്ട് സഹോദരന്മാരോ, അഹവാനി ഇസ്നാനി, അഹവാനി ഇസ്നാനി. അപ്പോൾ ഇവിടെ ഒന്നും രണ്ടും നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയാൽ അത് നായത്ത് മന്നൂത്തിൻ്റെ പോലെയാണ്. നായത്ത് മന്നൂത്താണ് ഒന്നും രണ്ടും. ഒന്നും കൂടി നോക്കാം. ഉഖ്തുൻ വാഹിദത്തുൻ, ഒരു സഹോദരി. അപ്പോൾ എന്താ, ഉഖ്തുൻ പെണ്ണാണ്, വാഹിദത്തുനും മുഅന്നസാണ്. രണ്ടാമത് നോക്ക്, ഉഖ്താനി ഇസ്നത്താനി, ഉഖ്താനി രണ്ട് സഹോദരിമാർ, ഇസ്നത്താനി, അപ്പോൾ ആടെയും മുഅന്നസ് വന്നു, ഇസ്നത്താനി. ഇനി ആ ഇസ്നത്താനി എന്ന് പറയേണ്ട ആവശ്യമില്ല. ഉഖ്താനി എന്ന് പറഞ്ഞാൽ തന്നെ മനസ്സിലാക്കുക രണ്ട് സഹോദരിമാരാണ്. ഓക്കെ, ഉഖ്താനി. അപ്പോൾ ഇത് നായത്ത് മന്നൂത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. മുസക്കർ നോക്ക്, മുദക്കർ. അഹുൻ വാഹിദുൻ, ഒരു സഹോദരൻ. വാഹിദ് പുല്ലിംഗാണ്, അഹുനും പുല്ലിംഗാണ്. ഇനി രണ്ട് സഹോദരന്മാർ നോക്ക്. അഹവാനി ഇസ്നാനി, അതാ പോയി ഉണ്ടോ, കാരണം അഹവാനി പുല്ലിംഗാണ്. അപ്പോൾ ഇസ്നാനി, അഹവാനി ഇസ്നാനി, രണ്ട് സഹോദരന്മാർ. അപ്പോൾ രണ്ട് സഹോദരന്മാർക്കും ഇസ്നാനി എന്ന് പറയേണ്ട ആവശ്യമില്ല. അഹവാനി എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം അത് രണ്ട് സഹോദരന്മാരാണ്. ഇനി 3 മുതൽ 10 വരെ ശ്രദ്ധിക്കുക, വേറൊരു പാറ്റേണിലാണ്. എങ്ങനെയത്, മുലാഫ് മുലാഫിലയായിട്ടാണ്. ഒന്ന് മുലാഫ് മുലാഫിലയായിട്ടാണ്. രണ്ട് മുഅന്നസ് ആകുമ്പം അവസാനത്തെ ആ സ്ത്രീൻ്റെ അടയാളം താ ഉണ്ടാവില്ല, അഥവാ എണ്ണം പുല്ലിംഗായിരിക്കും. അതത് എണ്ണപ്പെട്ടത് സ്ത്രീലിംഗാവുമ്പം, മൗദൂദ് സ്ത്രീലിംഗാവുമ്പം അതത് എണ്ണ എന്തായിരിക്കും, പുല്ലിംഗായിരിക്കും. മറ്റൊന്ന് മുലാഫ് മുലാഫിലയായിരിക്കും. ഇനി എണ്ണപ്പെട്ടത് പുല്ലിംഗാണെങ്കിൽ എണ്ണം അതത് സ്ത്രീലിംഗായിരിക്കും. അത് നമുക്ക് നോക്കുമ്പോൾ ഇത് വായിച്ച് പോകുമ്പോൾ ഇൻഷാ അല്ലാഹ് മനസ്സിലാവും. അപ്പോൾ ആദ്യം നമുക്ക് മുഅന്നസ് ചെയ്യാം, സഹോദരിമാർ. ആ 3 സഹോദരിമാരെന്നിങ്ങനെ പറയാം. സലാസു അഹവാത്തിൻ, ഉഖ്തുൻ്റെ ബഹുവചനം അഹവാത്തുന്നാണ്, ഉഖ്തുൻ്റെ ബഹുവചനം അഹവാത്തുന്നാണ്, അഹവാത്തുൻ. അപ്പോൾ 3 സഹോദരിമാരെന്നിങ്ങനെ പറയാം. അത് മുലാഫ് മുലാഫിലി ആയിരിക്കണം. സഹോദരിമാർ അത് പെണ്ണായോണ്ട് എണ്ണം അതാണായിരിക്കണം, എണ്ണ ആണാവും. അപ്പോൾ എണ്ണത്തിൻ്റെ അവസാനത്തിലെ താ മർബൂത്ത ഉണ്ടാവില്ല, സ്ത്രീലിംഗത്തിൻ്റെ അടയാളം ഉണ്ടാവില്ല. അപ്പോൾ സലാസു, സലാസത്തു അല്ല, സലാസു അഹവാത്തിൻ. സലാസു പുല്ലിംഗാണ്, അഹവാത്തിൻ സ്ത്രീലിംഗാണ്. ഓക്കെ, അപ്പം അങ്ങനെയാണ് 3 മുതൽ 10 വരെ പറയാം. അപ്പോൾ സലാസൂന് അലിഫ്ലാമില്ല, തൻവീനില്ല, മുലാഫാണ്. അഹവാത്തിൻ മജ്റൂറാണ്, കാരണം മുലാഫിലയാണ്. അഹവാത്തിൻ അവസാനത്തെ താക്ക് കസറാണ്, മജ്റൂറാണ്. മുലാഫ് മുലാഫിലയിലാണ് 3 മുതൽ 10 വരെ. 1ഉം 2ഉം എന്തായിരുന്നു, നായത്ത് മന്നൂത്ത്. 1ഉം 2ഉം നായത്ത് മന്നൂത്ത്. അപ്പോൾ പുല്ലിംഗാണെങ്കിൽ പുല്ലിംഗം, സ്ത്രീലിംഗാണെങ്കിൽ സ്ത്രീലിംഗം, 1ഉം 2ഉം. 3 മുതൽ 10 വരെയോ, ഒന്ന് മുലാഫ് മുലാഫിലി ആയിരിക്കും,
രണ്ട് സ്ത്രീലിംഗാണ് എണ്ണപ്പെട്ടതെങ്കിൽ എണ്ണം പുല്ലിംഗായിരിക്കും. പുല്ലിംഗാണ് എണ്ണപ്പെട്ടതെങ്കിൽ എണ്ണം സ്ത്രീലിംഗായിരിക്കും. ഓക്കെ. അപ്പോൾ സലാസു അഖവാത്തിൻ. ഈ 4 സഹോദരിമാർ എന്നിങ്ങനെ പറയാം? അർബൗ അഖവാത്തിൻ. അപ്പോൾ അർബൗ പുല്ലിംഗാണ്, അഖവാത്തിൻ സ്ത്രീലിംഗാണ്, മുലാഫിലെ മജ്റൂറാണ്. 5 സഹോദരിമാർ എന്നിങ്ങനെ പറയാം? ഹംസു അഖവാത്തിൻ. 5 സഹോദരിമാർ. കണ്ടോ? ഹംസു മുലാഫാണ്, അലിഫ്ലാമില്ല, തൻവീനില്ല. അഖവാത്തിൻ കസറാണ്, മുലാഫിലെ മജ്റൂർ. അഖവാത്തിൻ മുഅന്നസാണ്, സ്ത്രീലിംഗാണ്, സഹോദരിമാർ. ഹംസു പുല്ലിംഗാണ്, മുദക്കറാണ്. ഇനി 6 സഹോദരിമാർ എന്നിങ്ങനെ പറയാം? സിത്തു അഖവാത്തിൻ. 7 സബഉ അഖവാത്തിൻ. 8 സമാനി അഖവാത്തിൻ. സമാനിക്ക് യാക്കിൻ്റെ മുകളിൽ സുക്കൂനാണ്. 9 തിസ്ഉ അഖവാത്തിൻ. 10 അഷ്റു അഖവാത്തിൻ. അഷ്റു ഷീൻ്റെ മുകളിൽ സുക്കൂനാണ്. അഷ്റു അഖവാത്തിൻ. ഇങ്ങനെയാണ് 3 മുതൽ 10 വരെ. 1 മുലാഫിലെ മജ്റൂറായിരിക്കും. 2 എണ്ണപ്പെട്ടത് സ്ത്രീലിംഗാണെങ്കിൽ എണ്ണം പുല്ലിംഗായിരിക്കും. എണ്ണത്തിൻ്റെ അവസാനത്തിൽ താ മർബൂത്ത് ഉണ്ടാവില്ല. ഇനി ഇപ്പുറം നമുക്ക് മുദക്കർ നോക്കാം. 3 മുതൽ 10 വരെ. 1ഉം 2ഉം അറിയാലോ, നായത്ത് മന്നൂത്താണ്. എണ്ണവും പുല്ലിംഗാണെങ്കിൽ എണ്ണപ്പെട്ടതും പുല്ലിംഗായിരിക്കും. എണ്ണം സ്ത്രീലിംഗാണെങ്കിൽ എണ്ണപ്പെട്ടതും സ്ത്രീലിംഗായിരിക്കും. 1ഉം 2ഉം നായത്ത് മന്നൂത്ത്. ഇനി മുദക്കർ നോക്കാം. 3 മുതൽ 10 വരെ. സലാസത്തു ഇഖ്വത്തിൻ. നമുക്കറിയാം അഹുൻ്റെ സഹോദരൻ്റെ ബഹുവചനം ഇഖ്വത്തുൻ ആണ്. ഇഖ്വത്തുൻ സഹോദരന്മാർ. അപ്പോൾ ഇവിടെ നമ്മൾ മുമ്പേ ശ്രദ്ധിക്കാൻ പറഞ്ഞൊരു കാര്യമുണ്ട്. ഇഖ്വത്തുൻ സഹോദരന്മാർ പുല്ലിംഗാണെങ്കിലും അവസാനത്തിൽ സ്ത്രീൻ്റെ അടയാളം കാണാം. ഇഖ്വത്തുൻ, ഇഖ്വത്തുൻ. പക്ഷെ അത് പുല്ലിംഗാണ്. സ്ത്രീൻ്റെ അടയാളം ഉണ്ടെങ്കിലും സഹോദരൻ്റെ ബഹുവചനം സഹോദരന്മാർ, ഇഖ്വത്തുൻ. സ്ത്രീൻ്റെ അടയാളം കാണാം, പക്ഷേ പുല്ലിംഗാണ്. അപ്പോൾ ഇവിടെ എണ്ണപ്പെട്ടത് പുല്ലിംഗാണ്, ഇഖ്വത്തുൻ. അപ്പോൾ എണ്ണോ സലാസത്തു സ്ത്രീലിംഗായിരിക്കണം, നേരെ ഓപ്പോസിറ്റ് ആയിരിക്കണം. അപ്പോൾ സലാസത്തു ഇഖ്വത്തിൻ. പിന്നെന്താ? മുലാഫിലെ. അപ്പോൾ സലാസത്തു അലിഫ്ലാമില്ല, തൻവീനില്ല. സലാസത്തു ഇഖ്വത്തിൻ മുലാഫിലെ മജ്റൂർ. അപ്പോൾ 3 സഹോദരന്മാർ, സലാസത്തു ഇഖ്വത്തിൻ. 4 സഹോദരന്മാർ, അർബഅത്തു ഇഖ്വത്തിൻ. 5 സഹോദരന്മാർ, ഖംസത്തു ഇഖ്വത്തിൻ. 6 സഹോദരന്മാർ, സിത്തത്തു ഇഖ്വത്തിൻ. കണ്ടോ? സിത്തത്തു സ്ത്രീലിംഗാണ്, ഇഖ്വത്തിൻ പുല്ലിംഗമാണ്, മുലാഫിലെ മജ്റൂറാണ്. 7 സഹോദരന്മാർ, സബഅത്തു ഇഖ്വത്തിൻ. 8 ശ്രദ്ധിക്കണം, സമാനിയത്തു ഇഖ്വത്തിൻ. പെണ്ണെങ്ങനെയായിരുന്നു? സമാനി അഖവാത്തിൻ. ആണോ? സമാനിയത്തു ഇഖ്വത്തിൻ. ആ സമാനി യാൻ്റെ മുകളിൽ സുക്കൂനുള്ളത് പെണ്ണാവും, എന്താവും? യാൻ്റെ മുകളിൽ ഫത്തവും താവും വരും. അപ്പോൾ സമാനിയത്തു ഇഖ്വത്തിൻ. പിന്നെ 9 സഹോദരന്മാർ, തിസ്അത്തു ഇഖ്വത്തിൻ. 10 സഹോദരന്മാർ, അശറത്തു ഇഖ്വത്തിൻ. അഷീൻ്റെ മുകളിൽ ഫത്തഹ് വരും. ആണായപ്പോൾ അഷ്റു എന്നായിരുന്നു, ഷീൻ്റെ മുകളിൽ സുക്കൂന്. പെണ്ണാകുമ്പോഴോ ഷീൻ്റെ മുകളിൽ ഫത്തവും താവും വരും. അഷറത്തു ഇഖ്വത്തിൻ. അപ്പോൾ ഇത് നല്ലോണം പ്രാക്ടീസ് ചെയ്യുക ഇൻഷാ അല്ലാഹ്. ഇനി നമ്മൾ കുറേ ഇങ്ങനത്തെ ഉദാഹരണങ്ങൾ പഠിച്ച് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇൻഷാ അല്ലാഹ് എളുപ്പമാവും. ബാറക്കല്ലാഹു ഫീക്കും.